മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കേരള ബ്രാഹ്മണ സഭ പഴയന്നൂർ ഉപസഭയുടെ നേതൃത്വത്തിൽ വിവിധ പൂജകളും അനുഷ്ഠാനങ്ങളും നടന്നു. രാവിലെ നടന്ന മഹാഗണപതി ഹോമത്തിന് ശേഷം വൈകിട്ട് നടന്ന ഭഗവത് സേവയോടുകൂടിയാണ് പൂജകൾക്ക് സമാപനം കുറിച്ചത്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി പഴയന്നൂരിൽ ഭക്തിസാന്ദ്രമായ വിശേഷാൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. കേരള ബ്രാഹ്മണ സഭ പഴയന്നൂർ ഉപസഭയുടെ നേതൃത്വത്തിലാണ് പൂജകളും മറ്റനുഷ്ഠാനങ്ങളും നടന്നത്. പുലർച്ചെ നടന്ന മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ വൈകിട്ട് നടന്ന ഭഗവത് സേവയോടുകൂടിയാണ് സമാപിച്ചത്. കർക്കിടക മാസ പൂജകൾക്ക് മുന്നോടിയായി രാവിലെ 4:30 മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ഗജപൂജയും ആനയൂട്ടും സുമംഗലി പൂജയും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്തു നിന്നും നാദസ്വരത്തിന്റെ അകമ്പടിയോടെയാണ് ഗജവീരനെ വരവേറ്റത്. ശങ്കരത്തുപറമ്പിൽ വിനായകൻ എന്ന ഗജവീരനാണ് ആനയൂട്ടിനായി എത്തിച്ചേർന്നത്. കൊമ്പൻ ഷാജു മുല്ലക്കരയുടെ നേതൃത്വത്തിലായിരുന്നു ആനയുടെ സജ്ജീകരണങ്ങൾ നടത്തിയത്. വേട്ടക്കരങ്കാവ് സന്നിധിയിൽ വെച്ചാണ് ഗജപൂജയും ആനയൂട്ടും നടന്നത്. തുടർന്ന് പൂജാതി കർമ്മങ്ങൾ ജ്യോതിർമയി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വൈകിട്ട് നടന്ന ഭഗവത് സേവയോട് കൂടിയാണ് കർക്കിടക മാസ ആചരണങ്ങൾക്ക് സമാപനമായത്. കേരള ബ്രാഹ്മണ സഭ പഴയന്നൂർ ഉപസഭ ഭാരവാഹികൾ ചടങ്ങുകൾക്ക് പൂർണ്ണ നേതൃത്വം നൽകി. CCV ന്യൂസ്, പഴയന്നൂർ.